മൂന്നാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പാഠപുസ്തകം പേജ് 50 മണിച്ചെപ്പ്, അതായത് സ്കൂൾ ദിനപത്രമാണ്. അരിമംഗലം GLPSലെ സ്കൂൾ ദിനപത്രം മണിച്ചെപ്പ് നൽകിയ വാർത്ത വായിച്ചു നോക്കാം. അപ്പോൾ എന്താണ് ഈ വാർത്ത വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് എന്നുള്ളതാണ് ഈ പാഠഭാഗത്ത്. മണിച്ചെപ്പ്, GLPS അരിമംഗലം ഓരോ വറ്റും പദ്ധതി ആരംഭിച്ചു. അപ്പോൾ മണിച്ചെപ്പ് എന്നുള്ളതൊരു പത്രമാണ്, സ്കൂളിലെ പത്രമാണ്. ഈ പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. അരിമംഗലം പാഴാക്കി കളയുന്ന ഓരോ വറ്റും മറ്റനേകം കുട്ടികളെ വിശപ്പിലേക്ക് തള്ളിവിടുന്നുണ്ടെന്ന് അരിമംഗലം ഗവൺമെൻറ് LP സ്കൂൾ ലീഡർ C. അലീന അഭിപ്രായപ്പെട്ടു. ഭക്ഷണം പാഴാക്കി കളയുന്നത് അവസാനിപ്പിക്കാനായി സ്കൂളിൽ ആരംഭിച്ച ഓരോ വറ്റും പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അലീന. ഒരു വറ്റ് പോലും പാഴാക്കാതെ ഭക്ഷണം കഴിക്കുന്ന ശീലം എല്ലാ കുട്ടികളിലും വളർത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സ്കൂളിൽ പ്രതിദിനം 5 കിലോയിലധികം ചോറും കറികളും പാഴാക്കി കളയുന്നുണ്ടെന്ന് പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുട്ടികൾ കണ്ടെത്തിയിരുന്നു. അതേസമയം രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ വേണ്ടത്ര ആഹാരം ലഭിക്കാതെ വലയുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്കൂളിൽ ഓരോ വറ്റും പദ്ധതി ആരംഭിക്കുന്നത്. ഭക്ഷണം പാഴാക്കുന്നത് തടയുന്നതോടൊപ്പം സ്കൂളിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനും ഈ പദ്ധതി വഴി സാധിക്കുമെന്ന് PTA പ്രസിഡന്റ് P. സനോജ് പറഞ്ഞു. ഒരു മാസത്തിനകം ഭക്ഷണം പാഴാക്കാത്ത സ്കൂൾ എന്ന നേട്ടം കൈവരിക്കാനാവുമെന്ന് ഹെഡ് മിസ്റ്റേഴ്സ് G. ഷീല അഭിപ്രായപ്പെട്ടു. ഉദ്ഘാടന യോഗത്തിൽ റീന സ്വാഗതവും KV അരുൺ നന്ദിയും പറഞ്ഞു. രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ വേണ്ടത്ര ആഹാരം ലഭിക്കാതെ വലയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്കൂളിൽ ഓരോ വറ്റും പദ്ധതി ആരംഭിക്കുന്നത്. അപ്പോൾ ഇതൊരു ന്യൂസാണ്, ഒരു വാർത്തയാണ് അല്ലേ? അരിമംഗലം സ്കൂളിലെ മണിച്ചെപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു പത്രവാർത്തയാണ്. സ്കൂളിൽ ഓരോ വറ്റും പദ്ധതി ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊന്നും പാഴാക്കാതെ ഓരോ വറ്റും പദ്ധതി. ഒരു ഭക്ഷണവും നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണമോ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണമോ സ്കൂളിൽ കഴിക്കുന്ന ഭക്ഷണമോ ഒന്നും പാഴാക്കരുത്. അപ്പോൾ ഇത് ഈ ഭക്ഷണം പാഴാക്കുന്നത് തടയുന്നതിൻ്റെ ഒപ്പം തന്നെ സ്കൂളിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനും സാധിക്കുമെന്നാണ് ഈ പത്രവാർത്ത വഴി പറയുന്നത്. അപ്പോൾ ലോകത്ത് പല വീടുകളിൽ നിന്നായിട്ട് ഒരു വർഷം ടൺ കണക്കിന് ഭക്ഷണമെല്ലാം വലിച്ചെറിയുന്നുണ്ട്. അപ്പോൾ ഒരു നേരത്തെ പോലും ഭക്ഷണമില്ലാതെ ലോകത്തെ ഒരുപാട് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ട്. അപ്പം ഇവർക്ക് ഒരു നേരത്തെ ആ വിശപ്പ് മാറ്റാനുള്ള ആഹാരമാണ് ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ വലിച്ചെറിയുന്നത്. അപ്പോൾ ഈ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുന്ന ഈ ആഹാരമുണ്ടെങ്കിൽ ഈ പട്ടിണി കിടക്കുന്ന ഈ ഇതുപോലുള്ള കുഞ്ഞുങ്ങൾക്കും ആളുകൾക്കും എല്ലാം അത് വലിയൊരു ഉപകാരമാകും. അതുകൊണ്ട് ആരും ഒരു വറ്റ് ചോറോ അല്ലെങ്കിൽ ഒരു വറ്റ് ആഹാരം പോലുമോ കളയരുത്. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഈ വാർത്ത വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ചിത്രങ്ങൾ, സംഭവങ്ങൾ, വാർത്തകൾ എന്നിവ എന്തെല്ലാം? ഈ വാർത്ത വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് എന്തൊക്കെ വാർത്തകളാണ് വന്നത്, എന്തൊക്കെ സംഭവങ്ങളാണ് വന്നത്, എന്തൊക്കെ ചിത്രങ്ങളാണ് വന്നത്? നിങ്ങൾ ദിവസവും പത്രം വായിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്കറിയാം, യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിൽ ജനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളൊക്കെ ഈ പട്ടിണി കൊണ്ട് വലയുന്ന ചിത്രങ്ങളൊക്കെ പത്രങ്ങളിലൊക്കെ ദിവസവും വരുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേലിൽ യുദ്ധം നടക്കുന്നു, ഇസ്രായേൽ ഗാസ, പാലസ്തീൻ ഇതൊക്കെ ആയിട്ട് യുദ്ധമാണ്. പിന്നെ യുക്രൈൻ, റഷ്യ ഇവ തമ്മിലൊക്കെ യുദ്ധമാണ്. ഈ രാജ്യങ്ങളൊക്കെ തമ്മിൽ യുദ്ധമാണ്. അപ്പോൾ ഇതെല്ലാം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കൊച്ചു കുട്ടികളെയാണ്. അപ്പോൾ നമുക്ക് പത്രം നോക്കുമ്പോൾ അറിയാം, കൊച്ചു കുട്ടികൾ വിശന്ന് കളഞ്ഞിരിക്കുന്ന ചിത്രങ്ങളും കണ്ണീരൊഴുക്കി അപകടം പറ്റി കണ്ണീരൊഴുക്കി നിൽക്കുന്ന ചിത്രങ്ങളുമൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരും. പിന്നെ എന്തൊക്കെയാണ് വരുന്നത്? ഭക്ഷണമൊക്കെ ഈ കുട്ടികൾക്ക് കൊടുക്കുന്നു ആളുകൾ. ഭക്ഷണം വിമാനത്തിൽ നിന്നും ഭക്ഷണപ്പൊതികൾ താഴേക്കിട്ട് കൊടുക്കുന്ന ചിത്രങ്ങൾ, കുട്ടികൾ ക്യൂ നിൽക്കുന്നു. കുട്ടികൾ മാത്രമല്ല, മുതിർന്ന ആളുകൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നു. ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രങ്ങളാണ്. അടുത്ത ചോദ്യം, ഈ സ്കൂളിൻ്റെ മാതൃകയിൽ നിങ്ങളുടെ സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക? ചർച്ച ചെയ്യൂ. അപ്പോൾ നമ്മൾ ഈ പത്രവാർത്ത വായിച്ചിട്ട് ഈ സ്കൂൾ പോലെ തന്നെ സ്കൂളിൻ്റെ മാതൃകയിൽ നിങ്ങളുടെ സ്കൂളിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും? അതായത് ഈ വിശന്നിരിക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി എന്തൊക്കെ ചെയ്യാൻ കഴിയും? കുട്ടികളോട് ഒരു
ഒരു പൊതി ചോറും കൂടി അധികം കൊണ്ടുവരാൻ പറയുക അല്ലേ. അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ ആ ചോറ് രോഗികൾക്ക് കൊടുക്കാം, രോഗികൾക്ക് കൂട്ടിയിരിക്കുന്നവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ വഴിയിൽ ഭക്ഷണമില്ലാതിരിക്കുന്നവർക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ നമ്മൾ കൊണ്ടുവരുന്ന ഭക്ഷണം കൊടുക്കാം. അപ്പോൾ പൊതിച്ചോറോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഇതേപോലെയുള്ള ആളുകൾക്ക് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ഈ ആഹാരം അല്ലെങ്കിൽ ഈ പദ്ധതിക്കൊരു പേരും ഇടാം. അടുത്ത ചോദ്യം എന്താണ്? ഓരോ വറ്റും പദ്ധതി പോലെ മറ്റൊരു സ്കൂളിൽ ശുചിത്വ സന്ദേശ പോസ്റ്ററുകൾ തയ്യാറാക്കി ഒട്ടിക്കുന്ന പ്രവർത്തനമാണ് നടന്നത്. അവർ തയ്യാറാക്കിയ പോസ്റ്ററുകൾ നോക്കൂ. പോസ്റ്ററുകൾ തയ്യാറാക്കി വീട്ടിലും പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കൂ. അപ്പോൾ എന്തൊക്കെ പോസ്റ്ററുകളാണ് താഴെ? അപ്പോൾ എന്തൊക്കെ പോസ്റ്ററുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്? എൻ്റെ വീട്, വൃത്തിയുള്ള വീട്, ചപ്പും ചവറും വാരി എറിഞ്ഞ് ചന്തമകുന്നൊരു നാടാക്കരുതേ, കൈകോർക്കൂ മാലിന്യ മുക്ത കേരളത്തിനായി. അപ്പോൾ ഇതുപോലെയുള്ള പോസ്റ്ററുകളൊക്കെ കൂട്ടുകാർ തയ്യാറാക്കുക. എന്നിട്ടത് വീട്ടിലും പൊതുസ്ഥലങ്ങളിലുമെല്ലാം പ്രദർശിപ്പിക്കുക. ഇനി നമുക്ക് അടുത്ത യൂണിറ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.